റഷ്യൻ്റെ പ്രൊജക്റ്റായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഷൊർണൂർ മേളത്തിലുണ്ടായിരുന്നു, ചാലക്കുടി സുരഭിയിലുണ്ടായിരുന്നു. അത് ചിലത് 12 ഉണ്ടാവും, ചിലത് 14, ചിലത് 18. ആരോഗ്യത്തിന് ഗുണമായിരുന്നു, കാരണം വേർക്കും. ഇന്നിപ്പോൾ വേർപ്പില്ലല്ലോ. 84 ഇവിടെ വന്നതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, കേൾട്ടോ ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് ചെർപ്പളശ്ശേരിയിലാണ്. അപ്പോൾ ചെർപ്പളശ്ശേരിയിൽ സിനിമാ പ്രേമികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദൃശ്യാനുഭവം ഒരുക്കിയിരിക്കുകയാണ് മാജിക് ഫ്രെയിം ദേവി സിനിമാസ്. ചെർപ്പളശ്ശേരി പട്ടാമ്പി റോഡിൻ്റെ തൊട്ടടുത്ത് BSNLൻ്റെ പുറകിൽ ഒരു 100 മീറ്റർ ഇപ്പുറത്തായിട്ട് മാജിക് ഫ്രെയിം ദേവി സിനിമാസിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഫ്രണ്ട് ലുക്ക് അടിപൊളി ലുക്കിലാണ്. ഒരു ഗോൾഡൻ കളർ ACP ഷീറ്റിലാണ് ഈ മാജിക് ഫ്രെയിമിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്, തിയേറ്ററിൻ്റെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. മാജിക് ഫ്രെയിമിൻ്റെ തനത് എംബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട്. മാജിക് ഫ്രെയിം എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. ദേവി സിനിമാസ് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറിൽ ആ ലുക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് തിയേറ്ററിൽ ഇവിടുന്ന് ഒരു ലുക്ക് വൈസ് വെച്ച് നോക്കുമ്പോൾ അടിപൊളി ലുക്കിലാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ ഒരു ACP ഷീറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്കിവിടെ കാർ പാർക്കിങ്ങും അതേപോലെ ബൈക്കും കാറും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള എല്ലാ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി മാനേജ്മെൻറ്റ് ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല തിയേറ്ററിൽ ഒന്നിൽ പെടുക എന്നുള്ളത് നമുക്ക് അകത്ത് പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കങ്ങനെ തിയേറ്ററിൻ്റെ ഉൾഭാഗത്തേക്ക് വരികയാണ് കേട്ടോ. ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 വഴിയുണ്ട്. തിയേറ്ററിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫസ്റ്റ് ഇവിടെ ഒരു കഫ്റ്റീരിയ കാണാം. തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട്, അത് ബോക്സ് ഓഫീസിന് നേരെയാണ്. അപ്പോൾ കഫ്റ്റീരിയ ഒക്കെ ഇപ്പം ക്ലോസ്ഡ് ആണ്. നമ്മൾ അതിരാവിലെ എത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആണ്. സിനിമയൊക്കെ തുടങ്ങുമ്പം എൻഗേജ്ഡ് ആവും. പോപ്കോണും സ്നാക്സും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്കൊരു വെറൈറ്റി ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ അധികം തിയേറ്ററിലൊന്നും കണ്ടുവരാത്തൊരു ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേക്കാന്ന് വിചാരിക്കുന്നു. തേക്കിൻ്റെ ഒരു പീസ് 4-5 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, നല്ല അടിപൊളി പോളിഷൊക്കെ ചെയ്തിട്ട്. പിന്നെ ലാലേട്ടൻ്റെ ദൃശ്യം 3 ഇപ്പോൾ 2 ദിവസം മുന്നേ റിലീസായിരിക്കുകയാണ്. അതിൻ്റെ മോഹൻലാലിൻ്റെ ജന്മദിന ആശംസകളുടെ എല്ലാ പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. LED പോസ്റ്ററും വാളിൽ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ സിനിമകളും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ടൈലൊക്കെ പാകി, വൈറ്റ് ടൈലൊക്കെ പാകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സീറ്റുകളും പ്ലാസ്റ്റിക് ചെയറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കഫ്റ്റീരിയ ഉണ്ട്, നല്ല അടിപൊളി ലുക്കിലാണ് കേട്ടോ കഫ്റ്റീരിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെറിൻഡ, കൊക്കക്കോള എല്ലാ ടിൻ ബോട്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക ഡിസൈൻ നമ്മളിതിൽ കണ്ടിട്ടില്ല. ഒരു കോഫിയുടെ എന്താ പറയുക, ടൈം ഫോർ കോഫി എന്നുള്ള ഒരു കോഫിയുടെ ഗ്ലാസിൻ്റെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അടിപൊളി ഇന്ത്യയിൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെയാണ് കേട്ടോ ബോക്സ് ഓഫീസ് വരുന്നത്. ബോക്സ് ഓഫീസ് ഇതാ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് ബോക്സ് ഓഫീസ് എന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 140 രൂപ ടിക്കറ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ മാജിക് ഫ്രെയിമിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ പാർട്ണർ ബുക്ക് മൈ ഷോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്, മൊത്തത്തിലൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. അപ്പോൾ സിംഗിൾ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ തിയേറ്ററാണ് മാജിക് ഫ്രെയിം ദേവി സിനിമാസ് ചെർപ്പളശ്ശേരിയിലെ. അപ്പം ഇതാണ് ആ ഹാള് വരുന്നത് കേട്ടോ. ഒരു അടിപൊളി വലിയ സിംഗിൾ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ഒറ്റ സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന തിയേറ്ററാണ്. നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഉൾഭാഗത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. പുറകോട്ട് നോക്കി വിശാലമായി കിടക്കുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ നമുക്ക് കാണാവുന്നതാണ്. സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയതുകൊണ്ട് ഒരു പ്രത്യേക വികാരം കേട്ടോ സിംഗിൾ സ്ക്രീനിൽ സിനിമ കാണാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ സ്ക്രീനിൽ സിനിമ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കാലിക്കറ്റുള്ള രാധ തിയേറ്റർ, അതുപോലെ മാജിക് ഫ്രെയിമിൻ്റെ പല തിയേറ്ററിലും സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു തിയേറ്ററാണിതും. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഉൾഭാഗത്ത് നിൽക്കുമ്പോൾ കുറേ അധികം കഥകൾ കേൾക്കാനുള്ള ഒരു തിയേറ്ററാണ്. പണ്ട് ഓലപ്പുരയൊക്കെ ആയിരുന്നു ഈ തിയേറ്റർ. അതിനുശേഷം പല പല അപ്ഡേഷനിലൂടെയാണ് ഈ തിയേറ്ററിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാനിരിക്കുന്ന ഒരു പുഷ് ബാക്ക് സീറ്റ്, നല്ല ലെഗ് സ്പേസോട് കൂടിയുള്ള ഒരു പുഷ് ബാക്ക് സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കി എൻ്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കർവ് മോഡലാണ് ഈ സീറ്റിംഗ് മൊത്തത്തിൽ വരുന്നത്. 399ഓളം സീറ്റുകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ
മൊത്തത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 140 രൂപ ടിക്കറ്റ് ചാർജ്. അതിന് പുറമെ നമുക്ക് 2 വഴികളും കൊടുത്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഈ ഒരു ഭാഗത്തോട് വഴിയും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ വലിയൊരു ഓഡിറ്റോറിയം അതുണ്ട്, അപ്പുറത്തെ ഭാഗത്തുകൂടെയും വഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാളിലേക്ക് വരുന്ന സമയത്തെ എൻ്റെ പുറകിൽ ഇൻറ്റീരിയലൊക്കെ അടിപൊളിന് കളർഫുള്ളായി മിന്നി തിളങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. ഏറ്റവും ടോപ്പിൽ നല്ല ബ്ലാക്ക് കളറാണ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ബ്ലൂ കളറിൽ LED സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, വാം ലൈറ്റ് LED സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, വൈറ്റ് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ വന്നപ്പോഴത്തേക്കും ഓഡിറ്റോറിയം കളർഫുള്ളായി. പിന്നെ തൊട്ട് താഴത്തേക്ക് നമുക്കിതാ AC-ൻ്റെ വെൻറ്റിലേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ബ്ലാക്ക് കളറിലാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീക്കേഴ്സൊക്കെ എടുത്ത് കാണാവുന്നതാണ്. തൊട്ട് താഴെ അക്കസ്റ്റിക് വർക്ക് കൊടുത്തിരിക്കുന്നത് റെഡ് കളറിലാണ്. LED സ്പോട്ട് ലൈറ്റ് കൊടുത്തുകൊണ്ട് ഈ അക്കസ്റ്റിക് വർക്ക് നല്ല കളർഫുള്ളായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു കളർഫുൾ ഓഡിറ്റോറിയം തന്നെ പറയാം. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന് സ്പീക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് JBL എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 16ഓളം സ്പീക്കേഴ്സാണ് ഇവിടുത്തെ സറൗണ്ടിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ JBLനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. 7.1 ഡോൾബിയിൽ വർക്കുന്ന ഒരു അടിപൊളി ശബ്ദ സംവിധാനമാണ് ഈ ഓഡിറ്റോറിയത്തിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സ്ക്രീൻ നോക്ക്. ഈ ഓഡിറ്റോറിയത്തിന് കണക്കാക്കുന്ന വലിയൊരു സ്ക്രീനാണ്. 36x18 ആട്ടോ ഈ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സിൽവർ സ്ക്രീനാണ്. പിന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 2K പ്രൊജക്ഷനാണ്. അത് ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഓഡിറ്റോറിയം ആട്ടോ അത്. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this crew. അപ്പോൾ നമുക്ക് തിയേറ്ററിലെ 2 സാരഥികളെ പരിചയപ്പെടാം. നമുക്കിവിടെ മാനേജറുണ്ട്. നമസ്കാരം ബോസ്. എന്താ പേര്? പേര് സതീഷ് എന്നാണ്. അതെ. ഇത് നമ്മളെ ഓപ്പറേറ്ററാണ്. എന്താ പേര്? ബാലസുബ്രഹ്മണ്യൻ. അപ്പോൾ സാറേ എത്ര വർഷത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്? ഞാൻ 84 ഇവിടെ വന്നതാണ്. അപ്പോൾ 45 വർഷമായി ഒരേ തിയേറ്ററിൽ വർക്ക് ചെയ്യണു. ഇവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ മോലാളിമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മോഹനേട്ടെന്ന് പറയും, പിന്നെ ഒന്ന് ചന്ദ്രൻ. അവർ എണ്ണനാണ്. അവരാണ് ഇത് നടത്തിക്കൊണ്ട് വന്നായിരുന്നു. ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ്. ഇപ്പോൾ മേജിക് ഫ്രെയിം നമുക്ക് കൊടുത്തിരിക്കുകയാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സാറ് ഇവിടെ സിനിമ ഓപ്പറേറ്ററായി കയറുന്ന സമയത്ത് ഈ കളർന്നായിരിക്കുമല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടമായിരിക്കും. പടങ്ങളാണ് കംപ്ലീറ്റ്. പിന്നെ അങ്ങനെ നമ്മുടെ തുമ്പോലോർച്ച, ഉണ്ണിയാർച്ചയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ പുതിയ പുതിയ പടങ്ങളിങ്ങനെ പിന്നെ കളറിലായി തുടങ്ങി. അവനോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊക്കെ ഔട്ടായി. പിന്നെ ഇപ്പോൾ പുതിയ പ്രൊജക്ടർ സിസ്റ്റങ്ങളായി, ഇപ്പോൾ ഡിജിറ്റലായില്ലേ. അപ്പോൾ വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പണ്ട് നമ്മൾ ഫിലിമായിരുന്നു, അത് ആദ്യം റിലീസ് പാലക്കാടാവും, പിന്നെ B ക്ലാസ് A ക്ലാസ്, പിന്നെ ബി ക്ലാസ് പിന്നെ പെരുന്നവണ്ണ വരും. അത് കഴിഞ്ഞാൽ C ക്ലാസ്സിലാണ് നമുക്ക് വരിക. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് പ്രൊജക്ടറൊക്കെ ഫിലിമൊക്കെ ഒരുവിധം തവിട് പൊടിയായി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതന്ന് രസമായിരുന്നു. ഇപ്പോഴത്തെ ചെക്കന്മാർക്കും നമുക്ക് അത് പറ്റില്ല. ഇപ്പോഴത്തെ പഴയ പ്രൊജക്ടൊന്നും അവരാരും പണിക്ക് കിട്ടില്ല. നല്ല ക്ഷമ വേണം. പിന്നെ ഈ പടം പൊട്ടലും കാര്യങ്ങളും ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും പ്രിൻ്റൊക്കെ ആകെ നാശമായി ഉണ്ടാവും. കാരണം മറ്റിടത്തൊക്കെ ഓടിയിട്ട് ഇങ്ങനെ വരുന്ന പ്രിൻ്റല്ലേ. അപ്പോൾ അതൊക്കെ നാശമായി ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞാൽ ഡിജിറ്റലാണ്. ഇപ്പോൾ പണിയെടുക്കാൻ പരമസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സിനിമ ഫീൽഡിൽ. ഇപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ ക്യൂബിൻ്റെ പിന്നെ ബാർക്കായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ ക്രിസ്റ്റിയാക്കി. ഇപ്പോൾ നല്ല പിന്നെ 7.1 സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ സുഖമായി പോകണം. അത്യാവശ്യം നമുക്ക് തിയേറ്ററിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ സാറ് പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓലപ്പുരയായിരുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് സാറ് സ്വന്തമായി സ്റ്റാർട്ട് ചെയ്ത സിനിമ ഏതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മുടെ അന്ന് ഞാൻ വർക്ക് ചെയ്തത് ശങ്കർ അഭിനയിച്ചൊരു പടമാണ്. അതിപ്പോൾ ഏതാണെന്ന് ചോദിച്ചൊക്കെ പേര് കിട്ടുന്നില്ല. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളായിരുന്നു. എത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾക്ക് സാർ ഓടിച്ചിട്ടുണ്ട്? ആദ്യം വളാഞ്ചേരി ആയിരുന്നു. വളാഞ്ചേരി സുരകുമാറിലായിരുന്നു. അത് വന്നിട്ടൊരു 10, 100, 150, 200 പടങ്ങൾ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ തിയേറ്റർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു പണ്ടത്തെ ഓലപ്പുര?
അതേ സ്ഥലത്ത് തന്നെ. അന്ന് വരെ പിന്നെ സൈഡിൽ തൂണൊക്കെ ആയിട്ടുള്ള തിയേറ്ററായിരുന്നു. പിന്നെ കംപ്ലീറ്റ് പട്ടപ്പരയാണെങ്കിൽ അന്ന് നമുക്ക് സൗണ്ട് സിസ്റ്റം അന്നും നല്ല പേരായിരുന്നു. ദേവി തിയേറ്റർ എന്ന് പറഞ്ഞാൽ സൗണ്ട് സിസ്റ്റം അന്ന് പേര് തന്നെയായിരുന്നു. പണ്ടൊക്കെ ഈ ഓലപ്പുരകളൊക്കെ കത്തിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ല? അത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തൊക്കെ തിരൂർ കത്തിച്ചിട്ടുണ്ട്, പട്ടാമ്പി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അത് പിന്നെ അധികം പിന്നെ അന്ന് ഒന്ന് കളം മാറ്റി കളിച്ച തിയേറ്ററുകളുണ്ട്. അത് അന്ന് നീലച്ചിത്രങ്ങൾ പറഞ്ഞിട്ട് അധികം അങ്ങനത്തെ തിയേറ്ററാണ് കത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടേക്ക് എത്തിയില്ല, പട്ടാമ്പി വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ജനങ്ങളൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ കുഴപ്പമില്ല, വലിയ കച്ചറും കാര്യങ്ങളൊന്നുമില്ല. പണ്ട് നിങ്ങൾ മറ്റേ പഴയ പ്രൊജക്റ്റിലൊക്കെ ഇത് കത്തിച്ചിട്ടില്ല? അന്ന് കത്തിച്ചിട്ടില്ല. അന്ന് കാലഘട്ടങ്ങൾ മാറിയില്ലേ. അന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങളാണ്. അപ്പോൾ അവർക്കറിയാം ഇടയ്ക്ക് പടം പൊട്ടും, എന്നാലും കുറെ കൂവി വിളിക്കണം. പക്ഷെ നമുക്കത് കേട്ട സന്തോഷം, അന്ന് കണ്ണുറങ്ങാൻ അതേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഇന്നിങ്ങനെ പോകണം, സുഖമായിട്ട് പോകണം. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഓലപ്പുരയിലൊക്കെ ഉണ്ടായിരുന്ന അധിക സ്ഥലങ്ങളിലൊക്കെ സംഭവങ്ങളൊക്കെ പുറമെ രാജ്യങ്ങളിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇത് അതേപോലെ ആയിരുന്നു പണ്ടത്തെ? നമുക്ക് അന്നും ഇവിടെ നല്ലൊരു സെറ്റപ്പായിരുന്നു. കാരണം റഷ്യൻ്റെ പ്രൊജക്റ്റായിരുന്നു, സിനി സെയിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ സിസ്റ്റം, സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് റഷ്യ തന്നെയായിരുന്നു. അവർ ഡൽഹിയിൽ നിന്നാണ് സപ്ലൈ ചെയ്തിരുന്നത്. ഏജൻറ്റ് ഡൽഹിയിലായിരുന്നു. അപ്പോൾ നമ്മൾ വിരലെണ്ണാമത്തെ പ്രൊജക്റ്റുകളും അതേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഷൊർണൂർ മേളത്തിലുണ്ടായിരുന്നു, ചാലക്കുടി സുരഭിയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വിരലെണ്ണാവുന്ന തിയേറ്ററിൽ മാത്രമേ ഈ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രൊജക്ടറൊക്കെ സർവീസിന് അവർ തന്നെ വരേണ്ടി വരുമല്ലോ സാറിന്? അല്ല, ഒരുവിധമൊക്കെ ഞാൻ ചെയ്തായിരുന്നു. മറ്റേത് മദ്രാസ് നാൾ വരും. അല്ല, പിന്നെ മേജർ വല്ല വർക്ക് ഉണ്ടെച്ചെങ്കിൽ മറ്റൊക്കെ ഞാൻ തന്നെ ചെയ്തായിരുന്നു. അതിന് പണ്ടൊരു ഫിലിം പുതിയതായിട്ട് വരുന്ന സമയത്ത്, റിലീസുള്ള സമയത്ത് നമുക്ക് എത്ര റീല് ഫിലിമുകൾ ഉണ്ടാവും? അത് ചിലത് 12 ഉണ്ടാവും, ചിലത് 14, ചിലത് 18. 20 എന്ന് പറഞ്ഞാൽ അധികം ഉണ്ടായിട്ടില്ല. അധികം 18 എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ പടം അന്ന്. അന്ന് 3 മണിക്കൂർ പടമാണ് 18 റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സമയത്ത് റീല് കൊണ്ടുവരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇട്ട് വർക്ക് ചെയ്യാൻ അതിൽ തിരിക്കേണ്ടി വരുമോ? അങ്ങനെ അന്ന് നമ്മുടെ കൈ കൊണ്ട് റിവൈൻഡിങ് ചെയ്യണം. അത് പടം കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പടം നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് തിരിച്ച് പാക്ക് ചെയ്യണം. അതിന് സപ്പോർട്ടിന് ആൾ വേണം. ആ സപ്പോർട്ട് നമ്മൾ തന്നെ ചെയ്യാതെ നമ്മുടെ അസിസ്റ്റന്റുമാരുണ്ടാവും, 2 ആളുണ്ടാവും. അപ്പോൾ അത് പടം ഇങ്ങനെ കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മളിതിങ്ങനെ പാക്ക് ചെയ്ത് പടം കഴിയുമ്പോഴേക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ പിറ്റേ ദിവസത്തെ പടം അപ്പം കുറന്ന് വെച്ചിട്ടുണ്ടാവും. അന്ന് പെട്ടിയിലാണല്ലോ കൊണ്ടുവരിക. പിന്നെ അത് എടുത്ത് കയറ്റിൽ തുടങ്ങും. റിസ്ക്കായിരുന്നു. പക്ഷേ റിസ്ക്കാണെന്ന് പറഞ്ഞിട്ടില്ല, അന്നൊരു ആരോഗ്യത്തിന് ഗുണമായിരുന്നു. കാരണം വേർക്കും. ഇന്നിപ്പോൾ വേർപ്പില്ലല്ലോ. അതൊരു കാലഘട്ടം. അത് കാലഘട്ടമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനി ജീവിതത്തിൽ ഇനി വരില്ല. ഇനി വന്നാലും ആൾ കിട്ടൂല. അതുകൊണ്ട് പറയും. അപ്പോൾ ചെർപ്പളശ്ശേരിയിലെ മാജിക് ഫ്രെയിം ദീവേ സിനിമാസിൽ വന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ഞങ്ങളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം.